നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേരളത്തെ രാഷ്ട്രീയ ചൂടിലാക്കിയ 23 ദിവസങ്ങൾ പിന്നിട്ട് ഇന്ന് നിശബ്ദ പ്രചാരണ ദിനം. 16ാം കേരള നിയമസഭയെയും പുതിയ സർക്കാരിനെയും തിരഞ്ഞെടുക്കാനായി നാളെ കേരളം ബൂത്തിലേക്ക് നീങ്ങും. കേരളം വ്യാഴാഴ്ച വിധിയെഴുതുമ്പോൾ സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളിലായി 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ്. തൃശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ പുതുക്കിയ വോട്ടർ പട്ടിക പ്രകാരം ആകെ വോട്ടർമാരുടെ എണ്ണം 25,32,715 ആണ്. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. വോട്ടിങ്ങിനെത്തുന്ന വോട്ടർമാർക്ക് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോണുകൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. വോട്ടർമാർക്ക് മൊബൈൽ ഫോൺ സുരക്ഷിതമായി വയ്ക്കാൻ മൊബൈൽ ഡെപ്പോസിറ്റ് സൗകര്യവും ബൂത്തുകളിൽ ഒരുക്കും. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഭിന്നശേഷിക്കാർക്കായി വീൽചെയർ സൗകര്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും 20 മോഡൽ പോളിംഗ് സ്റ്റേഷനുകൾ, ജില്ലയിലാകെ 25 വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷൻ, തൃശൂർ മണ്ഡലത്തിൽ ഒരു ഭിന്നശേഷിക്കാരായ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷൻ എന്നിവയും 2 ഓൾ ഇൻക്ലൂസീവ് ബൂത്തുകളും സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വോട്ടർമാർ അസിസ്റ്റന്റ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 100 മീറ്റർ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ സ്ഥാനാർത്ഥികളുടെയോ താൽക്കാലിക ക്യാമ്പുകൾ, ഷെഡുകൾ മുതലായവയ്ക്ക് അനുമതിയില്ല. ഈ പരിധിയിൽ പ്രിസൈഡിംഗ് ഓഫീസർ മജിസ്ട്രേറ്റിന്റെ അധികാരത്തോടെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ജനവിധി എന്തെന്നതിൽ വലിയ പ്രതീക്ഷയിലാണ് 3 മുന്നണികളും. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. വികസനം വോട്ടാകുമെന്ന് LDF പ്രതീക്ഷിക്കുമ്പോൾ ശബരിമലയും ഭരണവിരുദ്ധ വികാരവും 10 ആണ്ടിന്റെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. ഇത്തവണ കേരള നിയമസഭയിൽ താമര വിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് BJP കേന്ദ്രങ്ങൾ. ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ആവശ്യമായ EVM, VVPAT മെഷീനുകളുടെ വിതരണം ബുധനാഴ്ച രാവിലെ നടത്തി. കമ്മീഷനിംഗ് പൂർത്തിയാക്കി ശക്തമായ സുരക്ഷയിൽ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരുന്ന 3403 CU ആൻഡ് BU, 3688 VVPAT എന്നിവയാണ് വിതരണം ചെയ്തത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലുമാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. നിയോജക മണ്ഡലങ്ങളുടെ സ്ട്രോങ് റൂമുകൾ നിരീക്ഷകരുടെയും സ്ഥാനാർത്ഥി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിതരണം. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ജില്ലാ കളക്ടർ ഷിക സുരേന്ദ്രൻ സന്ദർശിച്ച സ്ഥിതിഗതികൾ പരിശോധിച്ചു. പോളിംഗ് സംഘങ്ങളുടെ ഗതാഗതത്തിനായി 1153 വാഹനങ്ങൾ പോലീസ് സുരക്ഷയോടെ സജ്ജീകരിച്ചിരുന്നു. പുതുക്കാട് വളഞ്ഞുപാടത്ത് നിയന്ത്രണം വിട്ട ലോറി പിക്കപ്പിൽ ഇടിച്ചു മറിഞ്ഞ് 7 പേർക്ക് പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളും താഴ്ചയിലേക്ക് മറിഞ്ഞു. ബുധനാഴ്ച രാവിലെ 10:30 സംഭവം. മണ്ണമ്പേട്ട ചെങ്ങാലൂർ റോഡിലെ ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ചക്ക കയറ്റാനായി നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട 2 വാഹനങ്ങളും റോഡരികിലെ താഴ്ചയിലേക്ക് പതിച്ചു. ലോറിയിൽ സഞ്ചരിക്കുകയായിരുന്ന തമിഴ്നാട്, ജാർഖണ്ഡ് സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് പുറത്തെടുത്തത്. അപകടം നടക്കുന്ന സമയത്ത് പിക്കപ്പ് വാഹനത്തിൽ യാത്രക്കാർ ഉണ്ടായിരുന്നില്ല. നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ അല്പസമയം ഗതാഗത തടസ്സമുണ്ടായി. തെർമോപ്ലാസ്റ്റർ, റോഡ് മാർക്കിംഗ് ഉപകരണങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാലിൽ ഉയർത്തുന്ന പൂരപ്പന്തലിന് കാൽനാട്ടി. നാദം ബൈജു എടപ്പാളാണ് പന്തൽ നിർമ്മാണം. രാവിലെ ഭൂമി പൂജയ്ക്ക് ശേഷമായിരുന്നു കാൽനാട്ട്. ഭാരവാഹികളും തട്ടകക്കാരും പൂരപ്രേമികളും രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,100 രൂപയും പവന് 1,12,800 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
നന്ദി, നമസ്കാരം.